എല്ലാവർക്കും സേതു കുക്കിങ്ങിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചിക്കൻ ദം ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ്. ഇതൊരു റിക്വസ്റ്റഡ് വീഡിയോ ആയിട്ടോ. ഇത് എനിക്ക് മെയിൽ അയച്ചവർക്കും കമൻറ്റ് അയച്ചവർക്കും ഈ കൂട്ടത്തിൽ ഞാൻ നന്ദി അറിയിക്കുന്നു. തുടർന്ന് എൻ്റെ ഈ വീഡിയോസ് കണ്ടിട്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് അയയ്ക്കുക, മെയിൽ അയയ്ക്കുക. ഇനി നമുക്കിതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് ഈ വീഡിയോ എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് ചിക്കനകത്ത് മസാല പുരട്ടി വെക്കാം. ഞാൻ ഒരു 1.5 കിലോ ചിക്കൻ എടുത്തിട്ട് കഴുകി വൃത്തിയാക്കി ചിക്കനാണ് എടുത്തേക്കുന്നത്. ഇതിലേക്ക് ഞാനൊരു 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുരുമുളക് പൊടി 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് ആവശ്യമുള്ളത് ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പേസ്റ്റാണ്. അത് 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ഞാൻ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് തൈര് വേണം. ഞാനൊരു 1.5 ടേബിൾ സ്പൂൺ തൈരാണ് ഇതിലേക്ക് എടുക്കുന്നത്. ഇത് അധികം പുളിയില്ലാത്ത തൈരാണ് നല്ലത്, ഒരുപാട് പുളിയുള്ള തൈര് വേണ്ട. ഇനി ഇത് ഇതിനകത്തോട്ട് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് പുരട്ടി വെക്കണം. ഇത് ഏകദേശം ഒരു 15 മിനിറ്റ് മുമ്പ് നമുക്ക് ഈ ചിക്കന് അരപ്പ് പുരട്ടി വെക്കണം കേട്ടോ. എന്നാലേ ആ ചിക്കനകത്ത് ഒന്ന് ഫ്രൈ ചെയ്യുമ്പോഴത്തേക്ക് ഈ മസാലയെല്ലാം ഇതിനകത്ത് പിടിച്ചിരിക്കത്തുള്ളൂ. ഇത് ഞാൻ ഒരു 15 മിനിറ്റ് ഇത് നന്നായിട്ട് പുരട്ടിയതിന് ശേഷം 15 മിനിറ്റ് വെച്ചേക്കാം. എന്നിട്ട് ഇത് നമുക്കൊന്ന് ഫ്രൈ ചെയ്യാനെടുക്കാം. 15 മിനിറ്റ് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഒരു 10 മിനിറ്റെങ്കിലും ഇത് ഫ്രൈ ചെയ്യാനായിട്ട് വെച്ചേക്കണം. ഇത് ഏകദേശം 15 മിനിറ്റ് കഴിഞ്ഞ ചിക്കനാണ്. ഇതൊന്നും കൂടെ നമുക്കൊന്ന് പുരട്ടിയെടുക്കാം. അപ്പോൾ ഈ വെള്ളമൊക്കെ ഒന്ന് താന്നിരിക്കും, അതുകൊണ്ട് ഒന്നും കൂടെ ഒന്ന് പുരട്ടി എടുക്കുന്നതായിരിക്കും നല്ലത്. ഞാനൊരു 50 ഗ്രാം വെള്ള കശകശ എടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഒന്ന് വെച്ചേക്കുക. ഏകദേശം 15 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇതൊന്ന് അരച്ച് പേസ്റ്റാക്കി എടുക്കണം. ഇനി നമുക്ക് ഈ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ആദ്യം ഒരു പാത്രത്തിനകത്തോട്ട് കുറച്ച് വെളിച്ചെണ്ണ നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഈ വെളിച്ചെണ്ണ ഒന്ന് ചൂടായതിന് ശേഷം നമുക്ക് ഈ അരപ്പ് പുരട്ടി വെച്ചേക്കുന്ന ചിക്കൻ ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരുപാട് ഫ്രൈ ചെയ്യേണ്ട, ഒരു 1/4 വേവോളം വേവിച്ചെടുത്താൽ മതി. ചിക്കൻ നമ്മൾ ബിരിയാണി വെക്കുമ്പോഴത്തേക്ക് അതൊന്ന് പൊടിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയാണ് ഇതൊന്ന് ഫ്രൈ ചെയ്തിട്ട് ചിക്കൻ എടുക്കുന്നത്. നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ ചിക്കനൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഈ ചിക്കനകത്തുള്ള വെള്ളമൊക്കെ നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇത് അടച്ച് വെച്ച് വേണം വേവിച്ചെടുക്കാൻ. അടച്ച് വെച്ചിട്ട് നമുക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ചിക്കനകത്തുള്ള വെള്ളമൊക്കെ നന്നായിട്ട് ഇറങ്ങി വരും. ഇനി നമുക്കൊന്ന് തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് ഇണക്ക് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ചിക്കൻ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കോരി മാറ്റാം. ചിക്കൻ ഫ്രൈ ആയി വന്നപ്പോഴത്തേക്ക് ചിക്കനകത്തുള്ള വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള ചിക്കനും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതും കൂടെ ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ ചിക്കൻ എല്ലാം ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഒരു പാത്രത്തിനകത്തോട്ട് കോരി മാറ്റാം. എന്നിട്ട് ഈ ബാക്കി വന്ന ഈ എണ്ണയ്ക്കകത്തുണ്ടല്ലോ, ഇതിനകത്ത് തന്നെ നമുക്ക് മസാല തയ്യാറാക്കാം. അധിക എണ്ണയാണ് വരുന്നുണ്ടെങ്കിൽ നമ്മൾ അതിൽ നിന്ന് കുറച്ച് മാറ്റിയിട്ട് വേണം ചെയ്യാൻ. ഈ ചിക്കൻ ഫ്രൈ ചെയ്ത ഈ എണ്ണയ്ക്കകത്ത് തന്നെയാണ് നമ്മൾ മസാല തയ്യാറാക്കുന്നത്. അധികം ഓയിലാണ് വരുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് കുറച്ച് എണ്ണ മാറ്റി വെച്ചിട്ട് വേണം ബാക്കി എണ്ണയ്ക്ക് സവാള വഴറ്റിയെടുക്കാൻ. ഇത് ഏകദേശം ഒരു 1/4 കിലോളം സവാള ഞാൻ ചേർക്കുന്നുണ്ട്. ഈ 1/4 കിലോ സവാള ഇട്ടിട്ട് ആദ്യം ഒന്ന് വഴറ്റിയെടുക്കാം. സവാള ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് പച്ചമുളകും തക്കാളിയും ചേർത്ത് കൊടുക്കാം. ഞാൻ ഒരു 15 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഒരു 2 തക്കാളിയാണ് എടുത്തേക്കുന്നത്. എന്നിട്ട് ഇതിലേക്ക് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇത് ഞാൻ ഏകദേശം 15 മിനിറ്റ് ഇട്ട് വഴറ്റിയെടുത്തതാണ്. സവാള എല്ലാം നന്നായിട്ട് വാടി കിട്ടിയിട്ടുണ്ട്. സവാളയും തക്കാളിയും പച്ചമുളകും എല്ലാം കൂടെ നന്നായിട്ട് വാടി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ഏകദേശം ഒരു 2 മിനിറ്റും കൂടി ഇട്ടിട്ടൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒരു 2 മിനിറ്റും കൂടെ ഞാനിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഉള്ളിയൊക്കെ നന്നായിട്ട് വാടി കിട്ടിയിട്ടുണ്ട്. എണ്ണയൊക്കെ തിളഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്ത് നമുക്ക് മസാല ചേർത്ത് കൊടുക്കാം.
ഞാനൊരു 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിനകത്ത് മുളക് പൊടി ചേർക്കുകയും ചെയ്യരുത്. പിന്നീട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നീട് കുറച്ച് പുതിനയിലയും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഈ എണ്ണയ്ക്കകത്ത് കിടന്ന് തന്നെ ഈ മസാല എല്ലാം കൂടെ എണ്ണയ്ക്കകത്ത് കിടന്ന് തന്നെ നന്നായിട്ട് ചൂടായി വരട്ടെ. ഇനി ഒരു 1/4 ടീസ്പൂണ് കുരുമുളക് പൊടിയും 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ എണ്ണയ്ക്കകത്ത് കിടന്ന് മസാലയുടെയൊക്കെ പച്ചമണം മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കൻ്റെ പീസസ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇതിൻ്റെ മസാലയൊക്കെ നന്നായിട്ട് ഈ ചിക്കനകത്ത് പിടിച്ച് വരണം. അതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ നാരങ്ങയുടെ നീരൊഴിച്ചു കൊടുക്കാം. ആദ്യം ഞാൻ വീഡിയോയിൽ കാണിച്ചേക്കുന്ന കശകശ ഞാൻ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അത് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. അത് ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ഒരു കുറച്ച് വെള്ളം, ഒരു 1/4 ഗ്ലാസ് വെള്ളം ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. ഈ മസാല എല്ലാം കൂടെ ഈ ചിക്കനകത്ത് പിടിച്ച് വരണം. അതിനു വേണ്ടിയാണ് കുറച്ച് വെള്ളം ചേർത്തിട്ട് ഏകദേശം ഇതൊരു 5 മിനിറ്റോളം ഇട്ട് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ചിക്കനകത്തുള്ള വെള്ളമെല്ലാം നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. അരപ്പൊക്കെ നന്നായിട്ട് പിടിച്ച് വന്നിട്ടുണ്ട്. അതിൽ എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മളെ ചിക്കൻ ബിരിയാണിയുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സവാളയൊന്ന് വറുത്തെടുക്കണം. ഞാനൊരു 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് 1.5 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഈ നെയ്യൊന്ന് ചൂടായതിന് വന്നതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ഒരു 2 സവാള ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. നല്ല ബ്രൗൺ കളറാവുന്നിടം വരെ ഒന്ന് വറുത്തെടുക്കാം. ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. ഒരു ബ്രൗൺ കളർ ആവുന്നിടം വരെ നമുക്കിതൊന്ന് വറുത്തെടുക്കാം. ഇത് പകുതി ഒന്ന് ബ്രൗൺ കളർ ആകുമ്പം തന്നെ ഇതിലേക്ക് നമുക്ക് കാഷ്നട്ടും കിസ്മിസും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പകുതി ആകുമ്പം തന്നെ ചേർത്ത് കൊടുത്താൽ ഇത് രണ്ടും കൂടെ ഒരുമിച്ച് തന്നെ വറുത്ത് വരും. ഇത് സെപ്പറേറ്റ് ഇട്ട് വറുക്കേണ്ട കാര്യമില്ല. ഈ കൂട്ടത്തിൽ തന്നെ നമുക്ക് വറുത്തെടുക്കാം. കണ്ടോ, ഇതിപ്പം രണ്ടും കൂടെ ഒരുമിച്ച് തന്നെ വറുത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കോരിമാറ്റാം. എന്നിട്ട് കോരി മാറ്റുമ്പം തന്നെ ഇതിൽ അധികം എണ്ണ വരുന്നുണ്ട്. അത് കുറച്ച് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ബിരിയാണിക്കുള്ള ചോറ് വെക്കാം. ഞാൻ ഇതിനകത്ത് ബാലൻസ് വന്ന എണ്ണ കുറച്ച് മാറ്റിയിട്ടുണ്ട്. ഇതൊരു 3 ടേബിൾ സ്പൂൺ എണ്ണയേ ഉള്ളൂ. ഇതിലേക്ക് ഞാൻ പട്ട, ഗ്രാമ്പൂ, ഏലക്ക എന്നിവ ഒന്ന് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. ഇത് 5 എണ്ണം വീതമാണ് ഞാൻ ഇട്ടേക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. ഒരു സവാള ഇതിനകത്തോട്ട് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഉള്ളി ഒന്ന് ഒരുവിധം വാടി വന്നതിന് ശേഷം ഇതിലേക്ക് നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഞാനൊരു 5 പച്ചമുളക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ പച്ചമുളക് ഒന്ന് വാട്ടിയെടുക്കാം. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാൻ ഈ ചോറ് വെക്കുന്നത് പറ്റിച്ചിട്ടല്ല വെക്കുന്നത്, വെള്ളത്തിൽ ഊറ്റിയാണ് എടുക്കുന്നത്. അപ്പം കുറച്ചധികം വെള്ളം ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ചോറ് വെക്കാനായിട്ട് എടുത്തേക്കുന്ന അരി കൈമ റൈസാണ്. ഇത് നമുക്ക് കഴുകി വൃത്തിയാക്കി എടുക്കാം. ഞാൻ ഒരു 2.5 കപ്പ് അരിയാണ് എടുത്തേക്കുന്നത്. ഇതൊന്ന് കഴുകിയെടുക്കാം. വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അരി ഇട്ട് കൊടുക്കാം. വെള്ളം നന്നായിട്ട് തിളയ്ക്കാതെ അരി ഇടരുത്. വെള്ളം തിളച്ചതിന് ശേഷം മാത്രമേ അരി ഇട്ട് കൊടുക്കാവൂ. അരി ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ ചോറൊക്കെ ഒന്ന് കട്ട പിടിക്കും. അതുകൊണ്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം. അത് ഓപ്ഷണലാണ്. ഞാൻ ശകലം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഫുഡ് കളർ ഉണ്ടെങ്കിൽ നിങ്ങളത് ചേർക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/4 ടീസ്പൂൺ ബിരിയാണിയുടെ എസൻസും ഒരു 1/4 ടീസ്പൂൺ പൈനാപ്പിളിൻ്റെ എസൻസും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മുടെ ബിരിയാണിക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി കേട്ടോ. ചോറ് വെന്ത് വന്നിട്ടുണ്ട്. കട്ടയൊന്നും പിടിച്ചിട്ടില്ല. ഇനി ഇത് നമുക്കൊന്ന് ഊറ്റിയെടുക്കാം. ചോറ് ഞാനൊരു കണ്ണാപ്പയ്ക്കകത്തോട്ടൊന്ന് ഊറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വെള്ളമെല്ലാം ഒന്ന് വാർന്നു വരും. അധികം നേരം ഇങ്ങനെ വെള്ളം വാർന്ന് വെക്കേണ്ട കാര്യമില്ല. ഒരുവിധം വെള്ളം വാർന്നതിന് ശേഷം നമുക്ക് പാത്രത്തിനകത്തോട്ട് മാറ്റാം. ഇനി നമുക്കൊന്ന് ബിരിയാണി ഒന്ന് ദം ചെയ്തെടുക്കാം. ആദ്യം തയ്യാറാക്കി വെച്ചേക്കുന്ന ചിക്കൻ്റെ മസാല ഇട്ട് കൊടുക്കാം. മസാല ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് നിരത്തി കൊടുക്കാം. ഫസ്റ്റ് ലെയറിൽ ചിക്കൻ്റെ മസാലയാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ചോറിട്ട് കൊടുക്കണം. പകുതി ഭാഗം ചോറിട്ട് കൊടുത്താൽ മതി, ഫുള്ള് ഇട്ട് കൊടുക്കണ്ട. അത് മാത്രമല്ല ചോറിട്ട് കൊടുക്കുമ്പം
നന്നായിട്ട് പ്രസ് ചെയ്യരുത്. അപ്പോൾ ദം ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ചോറങ്ങ് കുഴഞ്ഞു പോകും. ഇനി എന്നിട്ട് ഇതിലേക്ക് നമുക്ക് വറുത്ത് വെച്ചേക്കുന്ന സവാളയും കാഷ്യൂനട്ടും കിസ്മിസും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് മല്ലിയില ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ആദ്യം ഈ സവാള വറുത്ത് വെച്ച നെയ്യുണ്ടല്ലോ അത് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി എന്നിട്ട് ഇതിലേക്ക് ചോറിട്ട് കൊടുക്കാം ബാക്കി ഭാഗത്തും കൂടെ. എന്നിട്ട് ഇതുപോലെ തന്നെ സവാളയും കിസ്മിസും കാഷ്യൂനട്ടും മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഉള്ളി വറുത്ത് വെച്ചേക്കുന്ന ഓയിൽ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് അടച്ചു വെക്കാം. ഇനി നമുക്ക് ബിരിയാണി ഒന്ന് ദം ചെയ്യണം. ഞാൻ ആദ്യം ദോശക്കല്ല് വെച്ചിട്ട് നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഈ ദോശക്കല്ലിൻ്റെ മുകളിലോട്ടാണ് നമ്മൾ ഈ ബിരിയാണി എടുത്ത് വെച്ചേക്കുന്നത്. ഇതിനകത്ത് ലോക്കും ചെയ്തിട്ടുണ്ട്. ഇനി ഇത് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് വെച്ചേക്കാം. 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ ദം ബിരിയാണി റെഡി ആയിട്ടുണ്ട്. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും ഇൻഷാ അല്ലാഹ് വേറൊരു വീഡിയോയിൽ വീണ്ടും വരാം.